മോട്ടോർ ഇൻഫോടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുക 2024 മോഡൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ ബജാജിൻ്റെ RS200 എന്ന സ്പോർട്സ് ബൈക്കിനെ കുറിച്ചാണ്. ഈ വീഡിയോ എടുക്കാനാണ് എന്നെ ഹെൽപ്പ് ചെയ്തത് നോർത്ത് പറവൂർ ബജാജ് JKB ബജാജാണ്. ഞാൻ അവരുടെ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം. നിങ്ങൾക്ക് ബജാജിൻ്റെ വാഹനങ്ങൾക്ക് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എന്തായാലും അവരെ കോൺടാക്ട് ചെയ്യുക. ഫിനാൻസ് എക്സ്ചേഞ്ച് തുടങ്ങിയ എല്ലാ സപ്പോർട്ടും അവർ ചെയ്തു തരുന്നതാണ്. അപ്പോൾ നമ്മളിനി കൂടുതൽ പറഞ്ഞു നീട്ടുന്നൊന്നുമില്ല, നമുക്ക് നേരെ വാഹനത്തിൻ്റെ വീഡിയോയിലേക്ക് കിടക്കാം. ബജാജ് RS200 2024 മോഡലിൻ്റെ സൺവൈസർ വരുന്നത് ട്രാൻസ്പെറൻറ്റ് കളറാണ്. കൂടാതെ അലോയ് മെറ്റൽ യൂസ് ചെയ്തിട്ടുള്ളൊരു മിറേഴ്സും വാഹനത്തിന് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഹെഡ്ലൈറ്റ്സ് വരുന്നത് HID ഹെഡ്ലൈറ്റ്സ് ആണ്. അത് വളരെ വൈറ്റ് കളറും വളരെ ലോങ് ആയിട്ടും ഹൈ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഹെഡ്ലൈറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ DRLs വരുന്നത് ഐബ്രോ ടൈപ്പാണ്. അതായത് ജസ്റ്റ് നമ്മുടെ കണ്ണിൻ്റെ പിരികം പോലെ ലുക്ക് വരുന്ന DRLs ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം LED സ്പ്ലിറ്റ് LED ഇൻഡിക്കേറ്റേഴ്സാണ് വാഹനത്തിന് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഇതിൻ്റെ LED ലൈറ്റ്സിൻ്റെ താഴെയായിട്ട് ഒരു സിൽവറിലുള്ളൊരു കൗളിങ് കൊടുത്തിട്ടുണ്ട്. ഫെയറിങ് എല്ലാം വാഹനത്തിൻ്റെ ഫുള്ള് RS200 200 ബാഡ്ജിങ് ഉണ്ട്. എൻജിൻ കവറെല്ലാം മാറ്റ് ബ്ലാക്ക് ഫിനിഷായിട്ടാണ് വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ സേഫ്റ്റിക്കായിട്ട് RS200 ഫ്രണ്ട് സസ്പെൻഷൻ ടെലസ്കോപ്പിക് സസ്പെൻഷനാണ്. ടെലസ്കോപ്പിക് ഹൈഡ്രോളിക് ടെലസ്കോപ്പിക് സസ്പെൻഷനാണ് നമുക്ക് ഈ വാഹനത്തിൽ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ സേഫ്റ്റിക്കായിട്ട് ABS ബ്രേക്കിംഗ് വരുന്നുണ്ട്. സിംഗിൾ ചാനൽ ABS ബ്രേക്കിംഗ് വിത്ത് ഡ്യുവൽ ഡിസ്ക്കാണ്. അത് ഹൈഡ്രൈവ് ബ്രാൻഡിൻ്റെ ഡ്യുവൽ പിസ്റ്റൺ കാലിപ്പറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. വാഹനത്തിൻ്റെ വീൽസ് എല്ലാം നമുക്കറിയാം ഈ റേഞ്ചിലും അലോയ് വീൽസാണ് തരുന്നത്. കൂടാതെ 17 ഇഞ്ച് MRFൻ്റെ ട്യൂബ്ലെസ് ടയേഴ്സാണ് വരുന്നത്. അലോയ് വീൽസിലായാലും ആ സ്പോർട്ടിനെസ് കിട്ടാനായിട്ട് സ്പെഷ്യൽ ഗ്രാഫിക്സ് യൂസ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് മഡ് ഗാർഡ് വരുന്നത് മാറ്റ് ബ്ലാക്ക് ഫിനിഷാണ്. കൂടാതെ കാർബൺ ഫൈബറിൻ്റെ ഡിസൈനും കൊടുത്തിട്ടുണ്ട്. 17 ഇഞ്ച് ട്യൂബ്ലെസ് ടയേഴ്സാണ് വാഹനത്തിന് വരുന്നത്. കൂടാതെ ABS ബാഡ്ജിങ്ങും വരും. വളരെ പുതിയ ജനറേഷൻ ബൈക്കുകൾ യൂസ് ചെയ്യുന്ന ടൈപ്പുള്ള സ്പ്ലിറ്റ് ആയിട്ടുള്ള അലോയ് വീൽസാണ് വാഹനത്തിന് വരുന്നത്. നമുക്ക് മേളിൽ വാഹനത്തിൻ്റെ സ്വിച്ചസ് കാര്യങ്ങളൊക്കെ നോക്കാം. മാറ്റ് ബ്ലാക്ക് ഫിനിഷിൽ ഗ്ലോസി ബ്ലാക്ക് കളറിലാണ് സ്വിച്ചസ് എല്ലാം വരിക. ഹാൻഡിൽ ഗ്രിപ്പ് എല്ലാം വരുന്നത്. പിന്നെ ഇതിൻ്റെ ഹാൻഡിൽ ബാറിൻ്റെ പ്രത്യേകത വെച്ചാൽ വളരെ നിവർന്നിരുന്ന് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന ഹാൻഡിൽ ബാറാണ്. സ്പോർട്സ് ബൈക്ക് ആകുമ്പോൾ കുറച്ച് കുഞ്ഞി നടുവളച്ചിരിക്കേണ്ടി വരും. പക്ഷേ ഈ RS200 മാത്രം ആ ഒരു പ്രശ്നമില്ല. നല്ലപോലെ നിവർന്നിരുന്ന് സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്നതാണ്. മീറ്റർ കൺസോളിന് ചുറ്റും ഒരു കാർബൺ ഫൈബർ ഫിനിഷ് ചെയ്യുന്നുണ്ട്. കീ നോർമലായിട്ടുള്ള സിമ്പിളായിട്ടൊരു കീ ആണ് വാഹനത്തിന് കൊടുക്കുന്നത്. മീറ്റർ കൺസോളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അനലോഗും ഡിജിറ്റൽ മിക്സ് ആയിട്ടുള്ളൊരു മീറ്റർ കൺസോളാണ്. ഇതിൽ അഡീഷണൽ ഫീച്ചേഴ്സ് വരുന്നത് ഡിസ്റ്റൻസ് ടു MT, എത്ര ഫ്യൂൽ ഉണ്ട്, ഇനി വണ്ടി ഓടാൻ ചിലവുള്ള ഫ്യൂൽ വെച്ചാൽ എത്ര കിലോമീറ്റർ വണ്ടി ഓടുന്നു കാണിക്കും. കറണ്ട് റണ്ണിങ് ഗിയർ കാണിക്കുന്നുണ്ട്. ടൈം, ഡ്യുവൽ ട്രിപ്പ് മീറ്റർ എല്ലാം വാഹനത്തിന് കാണിക്കും. പിന്നെ ലെഫ്റ്റ് സൈഡിൽ നോർമൽ പോലെ നോട്ടിഫിക്കേഷൻ എല്ലാം കാണിക്കും. E20 ഫ്യൂൽ സപ്പോർട്ടറാണ്. ഒരു ചെറിയൊരു ടാങ്ക് പാഡ് നമ്മുടെ കാല് വരുന്ന ഭാഗത്തായിട്ട് കാല് ജോയിൻ്റ് വരുന്ന ഭാഗത്തായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഈ വാഹനത്തിൻ്റെ എഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് 199 cc ആണ്. 199 cc 25 bhp വരുന്ന ഒരു വാഹനമാണ് RS200. ഇതിൻ്റെ 6 സ്പീഡ് ട്രാൻസ്മിഷനാണ് വാഹനത്തിന് വരുന്നത്. അതുകൂടാതെ സ്ലിപ്പർ ക്ലച്ച് യൂസ് ചെയ്തിട്ടുണ്ട്. ക്വിക്ക് ഷിഫ്റ്റർ ഓപ്ഷൻ ഉണ്ട്. ഇതിൻ്റെ സൈഡ് ഫുട്ട് റെസ്റ്റ് അതുപോലെ തന്നെ ബാക്ക് സൈഡ് ഫുട്ട് റെസ്റ്റ് എല്ലാം സ്പ്രിങ് ടൈപ്പാണ്. പിന്നെ അത് കൂടാതെ ഹൈ ക്വാളിറ്റി അലോയിലാണ് ഇതെല്ലാം ബിൽഡ് ചെയ്തേക്കുന്നത്. സൈഡ് സ്റ്റാൻഡ് എൻജിൻ കട്ട് ഓഫ് ഫീച്ചർ വാഹനത്തിന് കൊടുക്കുന്നുണ്ട്. ബാക്ക് സൈഡ് മഡ് ഗാർഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 3 പീസായിട്ട് വരിക. ടയറിൻ്റെ മുകളിൽ 2 പീസും പിന്നെ ഒരു സൈഡിൽ നിന്ന് ചെയിൻ കവറിലേക്ക് ഒരു പീസും വരും. വളരെ ഡീസൻ്റ് ആയിട്ട് നല്ല സ്പേസും സേഫ്റ്റിയും തരുന്നൊരു സാരി ഗാർഡ് വാഹനത്തിൽ വരുന്നുണ്ട്. ഫുള്ള് എന്താ പറയുക, അഴുക്കും ചെളിയെല്ലാം ആ മഡ് ഗാർഡ് ഹെൽപ്പ് ചെയ്ത് അത് തടഞ്ഞോളും. എൻജിൻ പോർഷനിലേക്ക് അഴുക്കും ചെളിയൊന്നും വരില്ല. ഇതാണ് ഞാൻ പറഞ്ഞ ടാങ്കിൻ്റെ പാഡ് വരുന്നത്. കൂടാതെ സ്പ്ലിറ്റ് ടൈപ്പ് ഡ്യുവൽ സീറ്റ്സാണ് വാഹനത്തിന് വരുന്നത്. ടാങ്ക് പാഡടക്കം ഒരു ഡോട്ടഡ് ലെതർ ഫിനിഷുള്ളൊരു സീറ്റാണ് കൊടുത്തത്. രണ്ടുപേർക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാം. ബാക്ക് സീറ്റ് കവളിനോട് ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള റിയർ ഗ്രാബ് വരിക. സെപ്പറേറ്റ് ഒരു റിയർ ഗ്രാബ് എന്നുള്ള പരിപാടി വാഹനത്തിനില്ല, സ്പോർട്സ് ബൈക്ക് ആയതുകൊണ്ട്. പിന്നെ ഇതിന് മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ ടെയിൽ ലൈറ്റ്സാണ്. ടെയിൽ ലൈറ്റ്സ് വന്നത് ഫ്ലോട്ടിംഗ് ലിക്വിഡ് ടൈപ്പാണ്. LED ടൈപ്പ് തന്നെ ഫ്ലോട്ടിംഗ് ലിക്വിഡ് ആയിട്ടുള്ള ടെയിൽ ലൈറ്റ്സാണ് ഇതിന് വരുന്നത്. ഇൻഡിക്കേറ്റേഴ്സും LED ആണ് വരുന്നത്. നമ്പർ പ്ലേറ്റിൻ്റെ ഹോൾഡറാണ് ഈ കാണുന്നത്. ഞാൻ പറഞ്ഞ പോലെ ആ 3 പീസ്
മഡ് ഗാർഡാണ് ഈ പറഞ്ഞേക്കുന്നത്. പിന്നെ നമ്മുടെ സേഫ്റ്റിക്കായിട്ട് മോണോഷോക്ക് സസ്പെൻഷനാണ്, റിയറിൽ മോണോഷോക്ക് സസ്പെൻഷനാണ്. അത് 5 പോയിൻ്റ് അഡ്ജസ്റ്റബിൾ എൻഡ്യൂറൻസിൻ്റെ ഹൈ പെർഫോമൻസ് മോണോഷോക്ക് സസ്പെൻഷനാണ് വണ്ടി കൊടുത്തേക്കുന്നത്. 17 ഇഞ്ച് MRFൻ്റെ ടയർ തന്നെയാണ് ബാക്ക് സൈഡിലും വരിക. ഡ്യുവൽ ഡിസ്ക് യൂസ് ചെയ്തിട്ടുള്ള ഹൈഡ്രയുടെ ഡ്യുവൽ പിസ്റ്റൺ ഡിസ്ക് ബ്രേക്ക് ബാക്ക് സപ്പോർട്ട് വരുന്നുണ്ട്. അലോയ് വീൽസ് വരുന്നുണ്ട്. ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷ് ആയിട്ടുള്ള നല്ലൊരു എക്സോസ്റ്റും വണ്ടിക്ക് വരുന്നുണ്ട്. ബാക്ക് സൈഡ് ഫുട്ട് റെസ്റ്റ്, ബാക്ക് സൈഡ് ഫുട്ട് റെസ്റ്റ് സപ്പോർട്ട് എല്ലാം ഹൈ ക്വാളിറ്റി അലോയ് ആണ്, ഒരിക്കലും മെറ്റലല്ല, അലോയ് മെറ്റീരിയലാണ്. പിന്നെ സൈലൻസർ ഷീൽഡും നല്ലൊരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് വാഹനത്തിന് വരുന്നത്. ഇതിൻ്റെ എൻജിൻ കമ്പാർട്ട്മെൻറ്റാണ് ഈ കാണുന്നത്. ഹൈ പെർഫോമൻസ് ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ് RS200 വരുന്നത്. ഇതിൻ്റെ പ്രൈസിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 2 ലക്ഷം രൂപയ്ക്ക് അടുത്ത് ഇതിൻ്റെ പ്രൈസ് വരുന്നുണ്ട്. ഒരു 30,000 രൂപ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഓൺ റോഡ് ഇറക്കാവുന്നതാണ്. EMI ഒരു 5,000 രൂപ റേഞ്ച് EMI വരുന്നതാണ്. ബാക്കി ഡീറ്റെയിൽസിൽ ഞാൻ JKBയുടെ നമ്പർ ഇട്ടേക്കാം, അപ്പോൾ അവരോട് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ നേരിട്ട് കാണുന്നവരെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.